അപ്പോൾ ഇന്ന് 4 പോൾ RCCBനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 4 പോൾ 1 2 3 4 5 6 എന്നെ എഴുതിയതായിട്ട് കാണാം. എന്നെ എഴുതിയത് ന്യൂട്രൽ ഔട്ടാണ്. 5 എഴുതിയത് 5ൻ്റെ ഔട്ട് 6ആണ്, 3ൻ്റെ ഔട്ട് 4ആണ്, 1ൻ്റെ ഔട്ട് 2ആണ്. ഇങ്ങനെയാണ്. ഞാനിത് ഓണാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഔട്ടിൽ ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൾബ് ഓണായി. അപ്പോൾ മുകളിൽ ഫേസ് ന്യൂട്രൽ കൊടുത്തുകൊണ്ടാണ് ഈ ബൾബ് കത്തിയത്. ഇതിലെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് ടെസ്റ്റ് ബട്ടൺ, അതായത് സിംഗിൾ ഫേസ് RCCBയിലെ ടെസ്റ്റ് ബട്ടൺ നിൽക്കുമ്പോൾ ഓഫ് ആവും. അതുപോലെ ഈ 4 പോൾ ഓഫ് ആയത് എങ്ങനെയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ ഉണ്ട് ഗ്രാഫ്. ഈ ഗ്രാഫിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ന്യൂട്രലിൽ നിന്നും നമ്പർ 5ൽ നിന്നും ഒരു സർക്യൂട്ട് പോകുന്നുണ്ട്. അത് ഒരു റെസിസ്റ്ററിൻ്റെ ചിഹ്നമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ റെസിസ്റ്റർ കൊടുത്തിരിക്കുന്നത് ടെസ്റ്റ് ബട്ടണാണ്. ആ ടെസ്റ്റ് ബട്ടൺ ആ റെസിസ്റ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. അതേ റെസിസ്റ്റർ കൊടുത്ത നമ്പർ 5ാം നമ്പറും 6ാം നമ്പറിലുമാണ്. അത് നോക്കിയാൽ ഇത് ടെസ്റ്റ് ബട്ടൻ്റെ ലൈൻ ഏതായിട്ട് ടെസ്റ്റ് ബട്ടൺ വർക്ക് ചെയ്യണമെങ്കിൽ ഏതിലാണ് സിംഗിൾ ഫേസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും. ഇപ്പോൾ 3ൽ കൊടുത്താൽ ന്യൂട്രലും കൊടുത്താൽ സിംഗിൾ ഫേസ് ടെസ്റ്റ് ബട്ടൺ വർക്ക് ചെയ്യില്ല. 5ലും ന്യൂട്രലും കൊടുത്താൽ മാത്രമേ സിംഗിൾ ഫേസ് ആക്കി മാറ്റാൻ കഴിയുള്ളൂ. അതൊരു കാര്യം. ഇനി ഇതൊരു ഞങ്ങളുടെ എർത്ത്, അവിടെ നിന്ന് ഒരു എർത്തിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലെ എർത്ത് ഭൂമിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഗ്രൗണ്ട് ചെയ്ത വയറാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ന്യൂട്രലിൽ തട്ടിക്കാൻ പോവാണ്. ട്രിപ്പാകുന്നത് കാണാം. ട്രിപ്പായില്ല, ട്രിപ്പായി. ഇനി അതേപോലെ ഒന്നും കൂടി ഓണാക്കി ഫേസിൽ തട്ടിക്കാൻ എർത്ത്. അപ്പോൾ ഓഫായി. അപ്പം ഇവിടെ 2 RCCB ഓഫായി, ഒന്ന് വീടിൻ്റെ RCCB ഓഫായി. ഇപ്പോൾ സീരീസിലാണ് ശരിക്കും പറഞ്ഞാൽ RCCB ഉള്ളത്. സിംഗിൾ ഫേസിൻ്റെ RCCB ഉണ്ട്, വീണ്ടും ഒരു RCCB ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 RCCB ഇങ്ങനെ സീരീസ് കണക്ഷനിൽ ഈ ബട്ടൺ രണ്ടും ഓഫായി കളിക്കുന്നുണ്ടാണ്. ഇനി സിംഗിൾ ഫേസിലെ RCCB ഒന്നും 4 പോൾ ഒഴിവാക്കി സിംഗിൾ ഫേസിലെ RCCB ഒന്നും അങ്ങനെ സീരീസ് ആക്കി വെച്ചാൽ ചിലപ്പോൾ ലോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കിട്ടലുണ്ടാവില്ല, ലോഡ് വർക്ക് ചെയ്യലുണ്ടാവില്ല. ഇപ്പോൾ ഏതായാലും 2 RCCB നിൽക്കുന്നുണ്ട്. ഞാൻ കണക്ഷൻ ചെക്കിങ്ങിനോട് ആയതുകൊണ്ട് നിൽക്കുമെന്ന് വിചാരിച്ചില്ല. ഏതായാലും ഓക്കെയാണ്. ഇനി ഒരു ടെസ്റ്റ് കൂടി നടത്താനുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ടിലോട്ട് കയറിയാലല്ല. അതിന് ഞാൻ ഈ എർത്ത് വയർ ഇവിടുന്ന് പ്ലഗ് ഊരിയെടുക്കുകയാണ്. അത് ഒരു കാര്യമുണ്ട്. ഞാൻ RCCB ഓണാക്കുകയാണ്. RCCB ഓണാക്കിയിട്ട് ഇൻപുട്ടിലൊരു വയർ കുത്തി വെച്ചു, ഫേസ് സപ്ലൈ. അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഔട്ട്പുട്ടിലേക്ക്, അതായത് അതേ ഫേസ് സപ്ലൈയിലേക്ക് തന്നെ ഫേസ് കടത്തി വിടുക. ട്രിപ്പാവേണ്ടതാണ്. ട്രിപ്പായില്ല. ഇനി ലോഡ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ലോഡ് ഞാൻ ഇതിൽ നിന്ന് ഊരിയെടുക്കുകയാണ്. ലോഡ് ഇവിടെ ഫേസ് സപ്ലൈയിൽ കൊടുക്കുകയാണ്. ഫേസ് സപ്ലൈയിൽ കൊടുത്ത് ന്യൂട്രലിൽ കൊടുക്കുകയാണ്. ട്രിപ്പായി. കാരണം ഒന്ന് ഔട്ട്പുട്ടിൽ ഒന്ന് ഇൻപുട്ടിൽ അതുകൊണ്ട് അത് പറ്റില്ല. ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിൽ നിന്ന് ആയാൽ മാത്രമേ അതങ്ങനെ സംഭവിക്കുള്ളൂ. ഉണ്ടോ, ഔട്ട്പുട്ടിൽ നിന്ന് ആയ മാത്രമേ ലോഡ് വർക്ക് ചെയ്യുള്ളൂ. ഈ ന്യൂട്രൽ ഇതിൻ്റെ ന്യൂട്രൽ മുകളിൽ ഫേസ് കൊടുത്താൽ ന്യൂട്രൽ ഫേസ് ആയാൽ എന്ന സംഗതി ട്രിപ്പായി പോകും. അപ്പോൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ മില്ലി ആമ്പിയർ 30 മില്ലി ആമ്പിയറാണ്. 30 മില്ലി ആമ്പിയർ. ഇനി എത്ര ആമ്പിയർ ഉണ്ടെന്ന് നമുക്കൊരു 30 മില്ലി ആമ്പിയറിലൂടെ അതിൻ്റെ 30 മില്ലി ആമ്പിയർ ലീക്കായാൽ ഇത് ട്രിപ്പാവും. മിനിമം 30 മില്ലി ആമ്പിയർ ലോഡ് ലീക്കായാൽ ട്രിപ്പാവും. അതിൻ്റെ താഴെ ലീക്കായാൽ ട്രിപ്പാവില്ല. അതുകൊണ്ട് നമുക്ക് ഷോക്ക് അടിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ കൂടി 30, 31, 32 മില്ലി ആമ്പിയറൊക്കെ കടന്നു പോകണം. അപ്പോൾ തന്നെ ഇത് ഓഫായി മാറും. പ്രൊട്ടക്ഷനാണ്. പിന്നെ 40 ആമ്പിയർ ഇതിൻ്റെ റേറ്റിംഗ് ആണ്. ടോട്ടൽ ലോഡ് വീടുകളിൽ വെക്കുമ്പം എല്ലാ എക്യുപ്മെൻറ്റും ടോട്ടൽ ലോഡ് എടുക്കുന്ന ആമ്പിയറാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ.